ഗൈസ് ഇന്നൊരു മഹാസംഭവം നടക്കാൻ പോവാണ്. വേറൊന്നുമല്ല, നമ്മുടെ മൊട്ട ഷിബുവിന് ഇന്ന് വേറൊരു സാധനം കഴിക്കാൻ പറഞ്ഞു. മൊട്ട ഷിബുവിന് മുട്ട മാറ്റി പിടിച്ച് വേറൊരു സാധനം കഴിക്കാൻ പറഞ്ഞു. കേട്ടാ, ഇന്ന് ചരിത്രം മലയാളം. കല്ലുമക്കായ എന്നാണ് പറയുന്നത്. കല്ലുമ കായ വെച്ചിട്ട് അവളെ വെച്ചേര്. എവിടെയുള്ള പുതിയ സാധനം അങ്ങനെ എടുത്തിട്ട് നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ്. എന്ത് സംഭവിച്ചാലും ഇതിന് എല്ലാത്തിനും ഉത്തരവാദി ആരായിരിക്കണം? മുറിശിയെ, അല്ല ഇത് എന്ത് സംഭവിച്ചാലും ആരാ ഉത്തരവാദി? അത് ഞാനാണ് സ്ഥലം കണ്ടുപിടിച്ചത്. ഞാനാണോ പോവാന്ന് പറഞ്ഞത്? ആരാ പോവാന്ന് പറഞ്ഞത്? വ്ലോഗ് എടുത്ത് പോകുന്നത് നിങ്ങളാ? വ്ലോഗ് എടുത്ത് പോകുന്ന ഞാനാ? നിങ്ങള് തന്നെ. എടാ, ഈ സ്ഥലം കണ്ടുപിടിച്ചാരാ? ആ, അപ്പൊ എന്തുകൊണ്ടാണ് നീയാണല്ലേ ഫുള്ള്? ഞാൻ കാര്യം പറയട്ടെ, സ്ഥലം കണ്ടിച്ച നീയാണോ? കേരളം കണ്ടിച്ച നീയാണോ? കേരളം നിന്റെ പറഞ്ഞോ. ടിപ്പു സുൽത്താൻ മഴ പറഞ്ഞത്. മലയാളി സോ ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ഓക്കേ, കുഞ്ഞമ്മര മോൻ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. എന്തിനാന്നില്ലേ? ഓക്കെ, എന്താടാ മുമ്പ് ചിരിച്ചിട്ട് നിറകെ കയറിയാ? നെറുകേക്കറല്ലേ ആശുപത്രി പോവാൻ വയ്യ അല്ലേ? ഒരു നെറുകേക്കറം. അതൊക്കെ പോസ്റ്റ് ആയിട്ടിരിക്കും. നോക്കി KCB രണ്ട് ലൈൻ കൂടെ വലിച്ചു കഴിഞ്ഞാൽ ബൾബ് കത്തോളുന്നുണ്ട് ആ കണ്ണാടി കൂടെ. അപ്പോ കല്ലുമക്കായ വന്നപ്പോഴത്തേക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. കല്ലുമക്കായ 10 മിനിറ്റ് പിടിക്കുന്നു പറഞ്ഞാൽ എന്ത് ചെയ്തു? സൂപ്പ്, ആട്ടിൻ സൂപ്പ് എന്തിന്റെ ഗുണം ചെയ്യുന്ന ഞാൻ സ്ക്രീനായിട്ടാണ് നോക്കുന്ന. കുറച്ച് എന്തിന്റെ വേണ്ട നല്ല ഇതിനെ കുടിയടാ. ആട്ടിൻ സൂപ്പ് തണുത്ത് കുടിച്ച കാര്യമില്ല. ശിബു മോനെ, ആട്ടിൻ സൂപ്പ് കൂടി മോനെ. ആട് ചവക്കൊന്ന്. ഓ, നിനക്ക് ആട് പറ്റൂല. ഉപ്പ് കുടിക്കടാ. അത് കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ട് സെറ്റാണ്. കല്ലുമക്കായ വന്നില്ല. കല്ലുമക്കായ വരാൻ വേണ്ടി 10 മിനിറ്റ് താമസമുണ്ട്. 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൂപ്പ് കുടിച്ചിട്ട് കാര്യം. പൊള്ളിയല്ലേ? കൈ പൊള്ളി വെച്ചു. വെള്ളം വരുന്നു. എവിടെ? ആർത്തി കാണിക്കരുത്. കൈ കഴുകിയില്ലേ? ആ കൈ കയ്യിലേക്ക് വരുമല്ലോ. ആ, നല്ല റെഡ് കളർ. ഇതിനാണ് പച്ച മലയാളത്തിൽ ആർത്തി എന്ന് പറയുന്നത്. ചൂട് രക്ഷയില്ല, നല്ല ചൂടാണേ. ആ, എന്റെ പ്രമോഷനാ. കുറച്ച് ഇനി അങ്ങനെ ദൈവം കുറച്ച് കൊണ്ടുപോവാ. പാത്രം കഴുകാൻ ബ്ലോഗർ. ഒന്ന് എക്സ്പ്രസ് ക്യാമറ നീലക്കുയിൽ. നോ വേടാ. എന്നിട്ട് നീ ഇപ്പൊ പറഞ്ഞ നോ വേടെന്ന് പറഞ്ഞ ഇതെന്താണത്? മുട്ടയല്ല, കല്ലുമക്കായാണ്. നല്ല രസമുണ്ട്, അടിപൊളി. ഇതിന്റെ ഫസ്റ്റ് ടൈം ആണോ? മുബു കഴിക്കടാ, സാധനം വന്നു വാ. പോയി മാൻ. കുറച്ച് എരിവ് കൂടുതലാ. എനിക്ക് പീസ് കിട്ടിയില്ല. സൈനിങ് ഓഫ്. ഈ കട വരുന്നത് നമ്മളത് അവിടുന്ന് പാലിറങ്ങി വരുമ്പോഴത്തേക്കും
ആ വഴി ഗ്രാൻഡ് ഹയത്തിലേക്ക്. ആ ഗ്രാൻഡ് ഹയത്തിലേക്ക് പോയത് നേരെ പോയ വൈപ്പിനിലേക്ക് പോകുന്നതിൻ്റെ വഴിയുടെ ലിബറേറ്ററാണ് കട വരുന്നത്. ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ഒരു ബസ് സ്റ്റോപ്പിന് ഇപ്പുറത്താണ് കട വരുന്നത്. കൊള്ളാം, വെറുത്തിട്ടാണ്. മൊത്തം നമ്മൾ 8 എണ്ണം വാങ്ങിച്ചപ്പോൾ ഒരെണ്ണത്തിന് എത്ര 40 കേട്ടോ. 8 എണ്ണല്ലേ വായിച്ചത്? എന്നാലും 10 എണ്ണം അടുപ്പിച്ച് വാങ്ങിയിട്ടുണ്ട്. ചേട്ടൻ ഡിസ്കൗണ്ട് അങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നും നൈസായിരുന്നു, കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു തണുത്ത വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് എന്തൊരാശ്വാസം. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നോക്കട്ടെ എന്താണെന്ന് വിളിച്ച്. ഗൈസ്, ഇപ്പോൾ നമ്മൾ തിരിച്ച് മഞ്ഞ വഴിക്ക് മറൈൻ ഡ്രൈവ് ഒന്ന് കയറി. അവിടെ എക്സ്പോ നടക്കണം. പക്ഷേ അവിടെ എക്സ്പോ ക്ലോസ് ചെയ്ത് പോയി. സോ അത് കാരണം നമ്മൾ എന്ത് ചെയ്ത് പോണ വഴിക്ക് ഒരു ഉപ്പിലിട്ട കട കണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് ശിബുമോൻ പോകുന്നുണ്ട്. ഷിബുമോൻ ഉപ്പിലിട്ട കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. ഉപ്പിലിട്ടതിൻ്റെ കമനീയമായ ശേഖരം. ഏത് വേണം ഷിബുമോൻ? വെറൈറ്റി കാന്താരി വെറൈറ്റിയാണ്. പാവക്ക വെറൈറ്റിയാണ്. പാവക്ക വേണ്ട. പിന്നെന്തൊരു വേണം? ഇത് അരെ ചെറിയ പച്ച നല്ല കളി. ഇതെടുക്കാൻ പറ്റില്ല. ഇതെവിടെ നോക്കിയാ അടുത്ത സർട്ടിഫൈഡ് കണ്ണാപ്പിയൊക്കെ എടുത്ത് പിടിച്ചാൽ അത് അവിടെ നിന്ന് എടുത്തായിരുന്നല്ലേ? ഞാൻ തന്നെ കടയിൽ കിട്ടിയായിരിക്കുന്നു. പിന്നെ ഇതെന്താ? കുറച്ച് പപ്പായ നല്ലതാ നിനക്ക് പപ്പായ കഴിക്കുന്നത്. എന്തിന് നായി വസ്താനെ ഒറ്റക്കല്ലേ ലാസ്റ്റ്. കിടിയ സാധനം പപ്പായ. മിറാക്കിൾ ഫ്രൂട്ട് ട്രൈ ആക്കിയാലോ? കുപ്പിക്ക് എത്ര? പൈനാപ്പിൾ അല്ലേ? ചെറിയ പീസ് എടുത്തോ. എന്നാലും മക്കാരുന്ന് ഒരു ലൂസ് മധുരം തോന്നുന്നു. എരിവുണ്ട്. അതെന്ത് കഴിച്ചാലും പിന്നെ മധുരായിരിക്കും. ജോബിക്കടെ ചെറുതാ. നമുക്കത് മിറാക്കിൾ ഫ്രൂട്ട് ട്രൈ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും മധുരായിരിക്കും. നീ പച്ച എന്തായാലും എല്ലാം മധുരല്ലേ. കഴിക്ക്. പാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എന്ത് കഴിച്ചാലും മധുരായിരിക്കും. കയ്പല്ല. എന്തരാകോ എന്തോ. ഷുഗർ കട്ടുള്ളൊരു വാങ്ങിച്ചു തന്നില്ല. ക്യൂരിയോസിറ്റി. Come on Shibumon, come on. Come on Shibumon, come on. അത് ഇരിക്കാം. മാങ്ങനല്ല. കഴിച്ചല്ല. പാവക്ക ഉണ്ടോ? ചെറിയ പാവക്ക. പുളിയാ? മാങ്ങ ചെറിയ. മാങ്ങ ശരി. ഇറങ്ങാൻ കഴിച്ചോടെ. ഒരു മാങ്ങ ഇറങ്ങാൻ കഴിച്ചോ. എന്നിട്ട് അവന്റെ റിയാക്ഷൻ അവിടെ. ഇനിയാണ് മോനെ നിന്റെ മൊത്തറക്ക്. ചുമ്മാ നിന്നോണ്ടിരിക്ക്. കപ്പലണ്ടി വരെ എങ്ങനെയാണ്ടാ? കിറങ്ങിയിരിക്കാനല്ല നീ. എന്താ കപ്പലിൽ തിന്നുമ്പോൾ തിന്നുകൊണ്ടിരിക്കണ? ശിബോ തീരുപ്പ്. മാങ്ങ കഴിച്ചു തീർന്നതിന് മുമ്പ് തീരുക. കപ്പലിന്റെ തിന്നുമ്പോൾ തിന്നോണ്ടിരിക്കല്ലേ?
ഇപ്പൊ അത് വീടെത്തുന്ന വരെ നിൽക്കും. സംഭവം കൊള്ളാം ഗൈസ്. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും അത് കഴിച്ചു. ഞാൻ കല്ലുമക്കായിൽ കഴിച്ചില്ല. കഴിച്ചതിന് ശേഷം കഴിക്കാം. അത്രക്കല്ല, അടിപൊളിയാണ്. ഞാൻ കുരു ചോദിച്ചു. അത് കഴിക്കുമ്പോൾ തുപ്പിക്കിടാണ് ഇറക്കിയ ബുദ്ധിയുള്ളൂടാ പോട്ട്. ഞാൻ കുരു ഉൾപ്പെടുത്തി ചോദിച്ചു. ഒരു മാങ്ങാന്ന് ഞാൻ കഴിച്ചോട്ടെ. ഞാൻ ഈ സാധനം കഴിച്ചിട്ടുള്ളത്. ആ മതി, മതിയില്ല, കഴിഞ്ഞില്ലേ? ഫേമസ് വ്ലോഗറാ. ഗൈസ് മാങ്ങ കഴിച്ചോട്ടെ. ഞാൻ കുരു ചോദിച്ചു. നീ പക്ഷെ ഉപ്പ് കിട്ടുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഉപ്പിന്റെ കിട്ടുന്നുണ്ട്. ഇല്ല, എനിക്ക് മാങ്ങ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. മധുരത്തിന്റെ ഇതില്ല. ഞാൻ ആ കുരു ഇട്ടുള്ള ചവിട്ട് കൊണ്ട് കഴിക്കാം. എന്തിനാണെന്തോ അറിയില്ല, എനിക്ക് വർക്കായില്ല. ചിലപ്പോൾ ഇവർക്ക് എടാ നിനക്ക് ആ മാങ്ങ കഴിച്ചപ്പോ എങ്ങനെയുണ്ട്? മധുരമായിരുന്നാ? ഞാൻ പൈനാപ്പിൾ കഴിച്ചു. മധുരം മാങ്ങ കഴിച്ചിട്ട് ഫുൾ മധുരമാണ്. പിന്നെ വിനാഗിരിയുടെ ടേസ്റ്റ് കിട്ടും, പക്ഷെ വേറൊന്നും അറിയില്ല. മാങ്ങേന്റെ രുചി പോലും കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് മാങ്ങന്റെ രുചി കിട്ടി. എനിക്ക് കിട്ടി, പൈനാപ്പിളിന്റെ ആ രുചിയാണ്. എനിക്ക് മാങ്ങന്റെ രുചി കിട്ടി. എന്തിനാണെന്തോ ഞാൻ ചിലപ്പോ കുരു ഓവർ കിട്ടൂല. അത്ര കഴിച്ചില്ല, ഞാൻ ഒരു ചെറിയ പീസാണ് കഴിച്ചത്. അറിയില്ല എന്താന്നുള്ളത്. നിങ്ങൾക്ക് അറിയാന്നെ പറഞ്ഞാ 10 ഉപ്പാണ് കഴിച്ചാ. ഇങ്ങനെ കടല ഓർക്കുന്നവരിട്ടിന് കൊള്ളാം. ഈ കട വരുന്നത് നമ്മുടെ മറ്റേ മറൈൻ ഡ്രൈവ് പാർക്കിന്റെ അവിടുത്തെ ഇപ്പുറത്തെ കട. ഈ ചേട്ടന്മാരാണ് അതിന്റെ ഓണേഴ്സ്. താങ്ക് യു ചേട്ടാ ഈ ഫ്രൂട്ട് പരിചയപ്പെടുത്തിന്. മറൈൻ ഡ്രൈവ് പാർക്ക് ചെയ്ത് നീ കണ്ടുകൊണ്ടാണ് വന്നത്. ഇവക്ക് നന്ദി പറയണ ചേട്ടാ, നന്ദി പറയേണ്ടതുണ്ട്. മറൈൻ ഡ്രൈവ് പാർക്കിങ് തൊട്ടിപ്പുറത്ത് കട. വന്ന് നോക്കുക, ട്രൈ ചെയ്യാം. മിറാക്കൽ ഫ്രൂട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഷുഗർ കട്ടിങ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ സാധനം. നമ്മളിപ്പം അവിടെ പെട്ടെന്ന് ഫയർഫോഴ്സ് കൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ ഔട്ടിയെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ബംഗാളി അടിച്ച് കിണ്ടിയായിട്ട് വെള്ളത്തിൽ അടിച്ച് ചാടി. ആരോ നിന്നൊരു ഫയർഫോഴ്സ് വിളിച്ചെത്തി. ഇവര് വന്നപ്പോഴത്തേക്ക് അവൻ ചാടി കരക്കും കയറിയേ. സത്യം മറ്റേ ഇതിനതാ ചതിക്കാതെ മറ്റേ സലിംകുമാറിന്റെ മറ്റേ അവസ്ഥ. അവൻ തപ്പി ഇവിടെ നാട് നടക്കുക, അവൻ കരക്കേറിയിരിക്കുന്നത്. രണ്ടും കൂടി വണ്ടി ഇടിച്ചിട്ട് നേരെ പോകും. ആ അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞത്. അവനൊന്നും ചെയ്യാൻ അടിച്ച് നിക്കാൻ മേലത്തെ അവസ്ഥ. ആ പാൻ്റെ ഒരു അടിച്ച് നിക്കാൻ മേലത്തെ അവസ്ഥയാണ്. ഒന്നും ചെയ്യാനും പറ്റില്ല അവനാ. എന്ത് കാര്യം വല്ലാൻ പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെയ്യണമെന്ന് തൂങ്ങിപ്പോവും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊരവസ്ഥയാണ്. ഇതുപോലെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ അടിച്ച് ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താൻ നടക്കുന്ന കുറെ എണ്ണങ്ങൾ. പരിപാടി എല്ലാം കഴിഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നാളെ വർക്കില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന്. നീ വന്നിട്ട് ഇതായിട്ടല്ല നേരത്തെ വരുന്നത്. പക്ഷെ ഉറക്കായോണ്ട് കുഴപ്പമില്ല, നല്ല ഉറക്ക ക്ഷീണമുണ്ട്. നേരത്തെ വന്നല്ലേ? നല്ല നേരത്തെ വന്ന് നമ്മള് 2-3 മണിക്കൊക്കെ ഇല്ല വന്നോണ്ടിരുന്നത്. 3 മണിക്ക് 4 മണിക്കൊക്കെ വന്നു. അയ്യോ അത് സംബന്ധിച്ചപ്പോൾ ഇത് ഭയങ്കര നേരത്തെ പോയി. അത് നമ്മൾ ആക്ച്വലി 11 പിരിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നിങ്ങൾ ആ റീല് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോക്കണം. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ ചെയ്തതിലൊരു മിസ്റ്ററി ബോക്സിൻ്റെ എക്സ്പെൻസീവ് ആണ്. വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കി, പക്ഷേ ആരും കിട്ടിയില്ല. അത് ഞാൻ കുറച്ച് നേരം ഇരുന്നത്. സത്യം പറഞ്ഞാൽ 11 പിരിഞ്ഞിട്ട് പിന്നെ വന്ന് ഇതാക്കിയാണ്. ഇന്ന് മൊത്തം സ്റ്റേഡിയത്തിൽ മൊത്തം തമിഴന്മാരും ഹിന്ദിക്കാരൊക്കെ ആയിരുന്നു മൊത്തം. ഈസ്റ്റർ ആയതുകൊണ്ട് ട്രിപ്പ് വന്നു സ്റ്റേഡിയത്തിലേക്ക് ട്രിപ്പ് 9 പിടിഞ്ഞ വരെ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇനിയിപ്പോൾ ഇരുന്നിട്ട് ആ റീൽ എഡിറ്റ് ചെയ്ത് നാളെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. എങ്ങനെയാണ് സ്റ്റേഡിയം വൈബ്? അടിപൊളിയാടോ, ഉറക്കത്തിന്റെ സിനിമ അല്ലേ? നല്ല കുറെ കറങ്ങിയില്ലേ? കറങ്ങി ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാൻ ഓടി, അങ്ങനെ കുറെ പരിപാടികൾ. അതിനുശേഷല്ലേ മറ്റേത് ഹിന്ദിക്കാരൻ വെള്ളം ചാടി. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.